ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ചാനൽ ഋഷീസ് ലൈഫ് അൺകട്ട്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആമി മോളുടെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മോളുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 30. എന്തായാലും നിങ്ങൾ ഈ വ്ലോഗ് കാണുന്നത് മോളുടെ ബർത്ത്ഡേൻ്റെ അന്നായിരിക്കും. അപ്പം നമ്മളിന്ന് ബർത്ത്ഡേ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ അഴീക്കോട് ചാൽ ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ മീൻകുന്ന് ബീച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പം ആ ഒരു പ്ലേസാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്. കടലും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സീനറിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചൂസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടലിൽ ഫോട്ടോസ് എടുക്കുന്നില്ല. ഈ കാറ്റാടി മരങ്ങളുടെയൊക്കെ ഇടയിലായിരുന്നു ചൂസ് ചെയ്തത്. ആദ്യം തന്നെ കടലിലാകുമ്പോൾ പിന്നെ വെള്ളത്തിൽ കളിച്ചിട്ട് കരയിലേക്ക് വരാൻ അവൾ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കരയിൽ നിന്ന് എടുത്തിട്ട് കടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് മോളുടെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നത് കളേഴ്സ് അഴീക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഏട്ടന്. ആ ഏട്ടനാണ് കേട്ടോ, കുട്ടപ്പേട്ടനാണ്. നമ്മുടെ അഴീക്കോട് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ഏട്ടൻ തന്നെയാണ്. അപ്പോൾ ഓരാണ് നമ്മളെ മോളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുള്ളത്. നമുക്ക് ദൈവം സഹായിച്ചിട്ട് നല്ല അടിപൊളി കാലാവസ്ഥ തന്നെ കിട്ടിയിട്ടുണ്ടായി കേട്ടോ. മഴ എന്ന് പറയാൻ പോലും മഴയുണ്ടായില്ല, പക്ഷേ അതിൻ്റെ തലേയും ദിവസം വരെ നല്ല പെരുമഴ ആയിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ചളിയൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയും നല്ല മഴയായിരുന്നു. മോള് ആദ്യമൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം അവൾക്ക് അവളുടെ രൂപമൊക്കെ മാറി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 8 മണിക്കായിരുന്നു ചൂസ് ചെയ്ത സമയം എന്ന് പറയുന്നത്, സൺഡേ. അപ്പം അറിയാമല്ലോ, നമ്മൾ കുറച്ചധികം ഉറങ്ങുന്ന ദിവസമാണ്. എണീറ്റ പാട് ഒന്നും കഴിക്കാതെ ജസ്റ്റ് പല്ല് ഏൽപ്പിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോയിരുന്നു ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾ കാണിച്ചു തുടങ്ങി. ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായില്ല, പിന്നെ വയറ് വിശക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയൊരു ഷൂ ആണ് ഇട്ട് കൊടുത്തത്. അത് കാലിന് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ഡ്രസ്സിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഡ്രസ്സ് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ എടുത്തു തന്ന ഡ്രസ്സാണേ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കളറായിരുന്നു. ഫോട്ടോസിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഡ്രസ്സ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു വലിയ നാല്. നമ്മൾ സാധാരണ ഇത്ര വലിയ നാല് അങ്ങനെയല്ല, നമ്പേഴ്സൊന്നും യൂഷ്വലി നമുക്ക് കടയിൽ നിന്ന് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആമസോണിന് ഓർഡർ ചെയ്തതാണ്. ഈ വലിയ നാല് വെച്ചിട്ട് തന്നെ ഫോട്ടോസ് വേണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം മോളുടെ ബർത്ത്ഡേ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് മുതൽ ഞാൻ പ്ലാനിങ്സ് തുടങ്ങും. അവൾ എന്തെങ്കിലും ഡ്രസ്സ് ഇടണം, അവളുടെ കേക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ 1 മന്ത് മുതലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ വലിയ നമ്പർ കിട്ടണം എന്നുള്ളത് കേട്ടോ. ഇത് സെക്കൻഡ് ഡ്രസ്സാണ്. സെക്കൻഡ് ഡ്രസ്സ് മാത്രമല്ല, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഫ്രോക്ക് എന്ന് പറയുന്നത്. ഫുൾ ഫ്ലവേഴ്സൊക്കെ വന്ന് അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു ഉടുപ്പാണ്. ഒരു എന്താ പറയുക, ലൈറ്റ് പേർപ്പിൾ അല്ലെങ്കിൽ ഡാർക്ക് ലാവൻഡർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഡ്രസ്സിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ ആകുമ്പോഴേക്കും ഒന്നാമത്തെ ഡ്രസ്സിന് നല്ല വെയിറ്റ് ഉണ്ട്, കാല് വേദന എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഈ വിശപ്പിൻ്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവൾ ഏകദേശം മടുത്ത് തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. എന്നാലും കുറച്ച് നല്ല മോളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഓക്കെ ആയിട്ടുണ്ടായി. പിന്നെന്താ, ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കണ്ണൂരിലെ സെഞ്ച്വറി ഫാഷൻസ് എന്നാണ് കേട്ടോ. സെഞ്ച്വറിയിൽ നിന്നാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. നല്ല ഡ്രസ്സാണ്. ആദ്യമായിട്ടാണ് ആമിമോളുടെ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ ബർത്ത്ഡേ ഡ്രസ്സ് കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നത്. സാധാരണ ഞാൻ മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാറാണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണെങ്കിലും സെക്കൻഡ് ബർത്ത്ഡേ ആണെങ്കിലും തേർഡ് ബർത്ത്ഡേ ആണെങ്കിലും. ഇത് എന്താ പറയുക, ഇതൊരു പുതിയ അനുഭവം എന്ന് പറയാം. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. നമുക്ക് 4 വയസ്സ് എന്ന് പറയുമ്പം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര പെട്ടെന്നല്ലേ ഈ കുട്ടികളെ വലുതാകുന്നത്. കണ്ണൂട്ടി തുറക്കുമ്പോഴേക്കും ഓരോരോ വയസ്സുകൾ ഇങ്ങനെ കൂടി പോവുകയാണ്. അവർ പെട്ടെന്ന് വളരുകയാണ്, അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേങ്കിൽ ഈ നമ്മുടെ മടിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ ഒരു ടെൻഷൻ, അതെനിക്ക് മാത്രമാണോ എന്നറിയില്ല, എല്ലാ അമ്മമാർക്കും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഫോട്ടോഷൂട്ടിന് വന്നാൽ ഏറ്റവും കഷ്ടപ്പാട് നമ്മളെ അമ്മമാർക്കൊക്കെ ഓടലും പിടിക്കലെല്ലാം നമ്മളായിരിക്കും. അതുകൊണ്ട് ഓടാനും പിടിക്കാനും വേണ്ടിയിട്ട് മോളെ അവിടെ ഇരുത്തണം. അപ്പോൾ അവളെ ഇരിക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് നല്ല കാലാവസ്ഥയാണ്, അങ്ങനെയല്ല, അവൾക്ക് ഇരിക്കാൻ
പാകത്തിനുള്ള ഒരു തുണിയൊന്നുമില്ല. അപ്പം നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ കവറ് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഈ പച്ച പുല്ലിൻ്റെ അവിടെ അവളുടെ ഡ്രസ്സിലാണെങ്കിൽ നിറയെ റോസൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഭംഗി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന കവറൊക്കെ വിരിച്ച് അവളെ ഇരുത്തിച്ചു. കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോസ്, അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാനിപ്പം കുട്ടികളുടെ വളർച്ചയുടെ കാര്യമാണെന്നല്ലേ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വലുതാകുന്നതെന്ന് ആലോചിക്കുമ്പം ബോത്ത് ഇമോഷൻസാണ്. എനിക്ക് അവൾ വലുതാകുന്നതെന്ന് ആലോചിക്കുമ്പോൾ സങ്കടവും വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്. അവരുടെ വളർച്ചയിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. ഇപ്പം സ്കൂളിൽ പോകുന്നു, ഓരോന്ന് പഠിച്ചിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. പിന്നെ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പം അതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരാറുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്നെ വിട്ട് ഇപ്പോൾ കുട്ടികൾ വലുതാകുമ്പം എനിക്ക് അറിഞ്ഞൂടാ എത്ര പേര് അതൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന്. അവർ വലുതാകുമ്പം അവർ പുതിയ പുതിയ ആൾക്കാരെ കാണാൻ തുടങ്ങുമ്പോൾ അവർ ഈ അമ്മ എന്ന് പറയുന്ന ലോകത്ത് നിന്ന് പിന്നെയും അകന്നകന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പം എന്താ പറയുക, ഇങ്ങനെ ഒരു ടെൻഷനാണ്. അത് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് മാത്രമാണോ എന്ന്. ഞാൻ എപ്പോഴും ആമയോളുടെ കാര്യത്തിൽ ഭയങ്കര ഇപ്പം എന്നോട് നിങ്ങൾക്ക് ലൈഫിൽ എന്തില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. ഇപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ അമിനഞ്ഞ പറയാം കേട്ടോ. എനിക്ക് വേറെ ആരില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ വേണമെന്നുള്ളൊരു ചിന്ത, അങ്ങനൊരു ചിന്ത. ഇപ്പോൾ രാത്രി എൻ്റെ അടുത്തുനിന്ന് കിടക്കാണ്ട് മാറിക്കിടന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം വരില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേട്ടോ. സ്കൂളിലൊരു മാറാപ്പ്, കയ്യിൽ കുറേ സാധനങ്ങളുമായിട്ട് ഞാനിത് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ കരയിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഡ്രസ്സിൽ നമ്മൾ കടലിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കടലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കടലിലെത്തുമ്പോഴേക്കും അമ്മളുടെ വയ്യ എന്ന് പറയലും അവളുടെ കയ്യായിത്തൊക്കെ മാറി അവൾ ഫുൾ പവറായിട്ടാണ്. അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒക്കെ എന്ന് വെച്ച് ഞാൻ വെറുതെ എനിക്ക് കാല് വേനെടുക്കുന്നു, കയ്യൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു. പക്ഷേ അവൾ നോക്കിയ കടലിലെത്തുമ്പോഴേക്കും അവൾ വെൽ സ്മാർട്ട്, എന്താ പറയുക, എവിടുന്ന് ഒരു എനർജിയൊക്കെ വന്ന പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായി. അപ്പം നമുക്ക് പ്രോപ്പർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏട്ടൻ ഷൂട്ട് ചെയ്യുന്ന ഏട്ടൻ നമ്മളോട് തീം ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാമെന്നായിരുന്നു കേട്ടോ, ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. എന്തെങ്കിലും ബുക്സൊക്കെ കൊണ്ടുവന്ന് ബുക്ക് വായിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേങ്കിൽ അതിന് പറ്റിയ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാത്തതുകൊണ്ട് നോർമൽ ഷൂട്ട് പോലെ തന്നെ ചെയ്തു. ഇനി അങ്ങനെ എന്തെങ്കിലും തീം ബേസ്ഡ് ആയിട്ട് ചെയ്യണമെന്നാണെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു ഫോട്ടോഷൂട്ട്. ഈ ഏട്ടൻ വരുമ്പോഴാണ് ഈ ഗിറ്റാർ കൊണ്ടുവന്നിട്ടുണ്ടായത്. അത് ഗിറ്റാറിൻ്റെ ഒരു ക്ലോക്കാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ന്യൂമറിക് 4 വെച്ചിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് 2-3 ബലൂൺസ് ആയിരുന്നു കേട്ടോ. അല്ലാണ്ട് നമ്മൾ കുറേ അധികം പ്രോപ്പർട്ടീസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, അപ്പം ഇന്നെൻ്റെ ആമി മോക്ക് ഇന്നെൻ്റെ പൊന്നിന് 4 വയസ്സ് തികയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ മോളിൽ നിന്ന് വിഷ് ചെയ്യണം. പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടപ്പേന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മോളുടെ 4 വർഷങ്ങൾ കടന്നു പോയത്. ഇനി അങ്ങോട്ടും നല്ലത് മാത്രം ഉണ്ടാവട്ടെ, എൻ്റെ മോൾക്ക് ആശിച്ചതൊക്കെ നടക്കട്ടെ. ഇതിൽ കൂടുതൽ അമ്മയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബൈ ദ വേ നാളെയോ ഇനി അവൾ വലുതായിട്ടാകുമ്പോൾ ഈ വീഡിയോസ് കാണുന്നതാണെങ്കിൽ അവൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രീ ബർത്ത്ഡേ ഷൂട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ എടുത്തിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മോളെ ഹാപ്പി ബർത്ത്ഡേ പറയാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.